പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേ അത് ഇപ്പം വീട്ടുകാരായിരിക്കും ആദ്യം റെസ്ട്രിക്റ്റ് ചെയ്യണേ. അപ്പൊ എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന സാധന, നീ ഒരാൾ വിചാരിച്ച നന്നാവും. മോഡലാവുക എന്നുള്ളത് എൻ്റെ എക്കാലത്തെയും പാഷനാണ്. ആർക്കും അറിയത്തില്ല, അതാണ് പ്രശ്നം. യൂണിവേഴ്സ് തന്നിട്ടുള്ള ഏറ്റവും വലിയ സർപ്രൈസ് എന്താണ്? യൂണിവേഴ്സ് എനിക്ക് ചാൻസസ് തന്നു എന്നുള്ള സർപ്രൈസ്. എന്നുവെച്ചാൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വോഗില് റൺവേ മോഡൽ ആവുക എന്നുള്ളതാണ്. എനിക്ക് പാസ്പോർട്ട് പോലും ഇല്ല. അതാണ് കാര്യം. എനിക്ക് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല വോക്ക് ചെയ്തതിൽ. ഞാൻ അങ്ങനത്തെ ഒരു മോഡലല്ല എന്നൊരു സംഭവത്തിലായിരുന്നു ഞാനൊരു ഈ കൊല്ലത്തെ ഒരു ഒക്ടോബറിന് മുമ്പ് വരെ. പക്ഷെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കൊരു വിഷൻ ബോർഡിന്റെ കാര്യം. ഇതിലുണ്ടായിരുന്ന ഒരു വിഷനായിരുന്നു ഒരു പേജന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. മോഡലാവുക എന്നുള്ളത് എൻ്റെ എക്കാലത്തെയും പാഷനാണ്. അപ്പം ഈ വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്ന ഈ പേജന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതിന് പേജന്റ് ഭയങ്കര എക്സ്പെൻസീവാ. അങ്ങനെ ഇരുന്നപ്പം കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ചില പേജൻസ് ഉണ്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഇരുന്നിട്ട് ഞാനൊരു പേജന്റിന് അപ്ലൈ ചെയ്തു. പിന്നെ ഞാനങ്ങ് വിട്ടു. 1-2 മാസത്തിന് ശേഷം എനിക്ക് റാൻഡായിട്ടൊരു കോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ട്, ഇതുപോലെയാണ്. അപ്പം ഓഡീഷൻ ഉണ്ട്, ഫൈനൽ റൗണ്ട് ഓഡീഷനാണ്. ഇനി ഈ കൊല്ലം വേറെ ഓഡീഷൻ ഇല്ല, പരിപാടി ഈ കൊല്ലം കൂടെ ഉള്ളൂ എന്ന്. ഞാൻ ബാംഗ്ലൂർ ലോൺ എടുത്ത പൈസക്ക് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ എൻ്റെ അമ്മയും ഒരു കസിനും. ഞാൻ ഇതുവരെ ബാംഗ്ലൂർ പോയിട്ടില്ല. അപ്പം ഞാനും എൻ്റെ അമ്മയും ഒട്ടേറ ഹോട്ടലിലായിരുന്നു ഓഡീഷൻ. അപ്പം നമ്മൾ അവിടെ ചെന്നു. എന്നിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും സെലക്ട് ചെയ്ത റൺസ് ഞാനും ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേ അത് ഇപ്പം വീട്ടുകാരായിരിക്കും ആദ്യം റെസ്ട്രിക്റ്റ് ചെയ്യണേ. കാര്യം ഇവരെ സംബന്ധിച്ച് ഇവർ ഇത്രയും നാളും ചെയ്ത് ശീലിച്ചു വന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ആ ഒരു റാറ്റ് റേസ് എന്നൊക്കെ പറയണ പോലെ ആ ഒരു സംഭവം ബ്രേക്ക് ചെയ്ത് പുതിയൊരു കാര്യം വേറൊരാൾ ചെയ്യുമ്പം നാട്ടുകാരെന്ത് പറയും എന്ന് തോന്നുന്നൊരു സംഭവം പ്രശ്നമാണ്. അപ്പൊ എൻ്റെ അമ്മ എപ്പോഴും പറയണ സാധന, നീ ഒരാൾ വിചാരിച്ച നന്നാവോ. ഇത് പറയുന്ന വെച്ചാൽ ഇത് അമ്മ മാത്രല്ല പറയാം, ഇത് എല്ലാരും പറയുന്നുണ്ട്, നീ ഒരാൾ വിചാരിച്ചു. പക്ഷെ അന്നൊക്കെ ഇന്നും ഞാൻ അമ്മയോട് പറയുന്ന ഒരു കാര്യം, ഈ ഒരാൾ വിചാരിക്കേ ആദ്യം. ഈ പറയണ ഞാൻ ഉൾപ്പെടുന്ന, നിങ്ങൾ ഉൾപ്പെടുന്ന, നമ്മളെല്ലാരും ഉൾപ്പെടുന്ന ഒരു സൊസൈറ്റിയാ. ഇതിൽ ഞാനും നിങ്ങളും എല്ലാം ഒരാളാ. ഓരോരുത്തരും വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ നടു നന്നാവാൻ. പക്ഷെ ഈ ഞാനൊരാൾ വിചാരിച്ച നന്നാവും എന്ന് ഓർത്താ ആരും നന്നാവാത്ത. ഇത് നിങ്ങൾ ഒന്നിച്ച് വിചാരിക്കേ, ഞാൻ ഒരാൾ വിചാരിച്ചാൽ നന്നാവും. ശരിയാവും. പക്ഷെ ആരും വിചാരിക്കുന്നില്ല. മറ്റൊരു വിചാരിക്കുന്നുണ്ട് നന്നാവൂലെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരാൾ വിചാരിച്ച നന്നാവൂലെന്ന് എല്ലാരും വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ വിചാരിച്ച നന്നാവും എല്ലാരും വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവം നടക്കും. ഇതാർക്കും അറിയത്തില്ല, അതാണ് പ്രശ്നം. എല്ലാം എന്റെ വചനം ഇത് മതിലിൽ എഴുതി വെക്കാൻ പറ്റുന്ന സാധനം. 11-1